A+Clubിലേക്ക് സ്വാഗതം. നമ്മൾ നമ്മുടെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി പലപ്പോഴും പലതരം സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതുണ്ട്. സർക്കാരിൻ്റെയും സർക്കാർ ഇതര സ്ഥാപനങ്ങളിലുമൊക്കെ നമുക്ക് ആവശ്യമായി വരുന്ന ഈ സർട്ടിഫിക്കറ്റുകൾക്ക് പലപ്പോഴും പല ഓഫീസുകളിലും നമ്മൾ കയറി ഇറങ്ങേണ്ടി വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇന്ന് ഈ എപ്പിസോഡിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായും നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ചില സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നടത്തിയെടുക്കാൻ കഴിയും. അതിനുവേണ്ടി പ്രത്യേക സർട്ടിഫിക്കറ്റുകൾ വാങ്ങുന്നതിന് വേണ്ടി വില്ലേജിലോ താലൂക്കിലോ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ പോകേണ്ടതില്ല. പൂർണ്ണമായും ഈ എപ്പിസോഡ് കാണണം. കാരണം സ്കിപ്പ് ചെയ്യരുത്. അതിനിടയിലായിരിക്കും നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം വിട്ടുപോകാൻ സാധ്യത. അതുകൊണ്ട് 9 സർട്ടിഫിക്കറ്റുകളും അതിനോടൊപ്പമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും ചേർത്ത് 10 സർട്ടിഫിക്കറ്റുകളുടെ വിവരങ്ങൾ ഞാൻ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പൂർണ്ണമായും കേൾക്കണം. നിങ്ങളിത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഒരു പേഴ്സണൽ ഡയറിയിൽ കുറിച്ച് വയ്ക്കുകയോ ചെയ്യണം. മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യണം എന്നൊരു അപേക്ഷ കൂടിയുണ്ട്. കാരണം പല ആളുകളും സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി ഓഫീസുകളിൽ കയറി ഇറങ്ങി ബുദ്ധിമുട്ടുന്നുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്. ആദ്യം ഒരു കാര്യം പറയാം. ജാതി സർട്ടിഫിക്കറ്റ്. ഈ ജാതി സർട്ടിഫിക്കറ്റ് നമുക്ക് എന്തിനാണ് വേണ്ടി വരുന്നത്? പലപ്പോഴും നമുക്ക് ജാതി സർട്ടിഫിക്കറ്റ് തെളിയിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിലുണ്ട്. പബ്ലിക് സർവീസ് കമ്മീഷനിൽ ജോലി സംബന്ധമായാലും അതുപോലെ ചില ജോലി സംബന്ധമായ അപേക്ഷകൾ അയക്കുന്നതിനായാലും ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചില കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടുന്നതിനായാലും നമുക്ക് ജാതി സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. SSLC സർട്ടിഫിക്കറ്റ്, വിദ്യാഭ്യാസ രേഖയിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, SSLC ബുക്ക് എടുത്ത് നോക്കുക, അതിൽ ജാതി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് വില്ലേജ് ഓഫീസറും തഹസിൽദാറും നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റിന് തുല്യമാണ്. അതായത് അതിനായി SSLC സർട്ടിഫിക്കറ്റ് മാത്രം മതിയാകും. പ്രത്യേകിച്ച് ഒരു ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങി ഹാജരാക്കേണ്ടതില്ല. ഇനി അച്ഛനമ്മമാർ വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ അവരിൽ ഒരാളുടെ വിദ്യാഭ്യാസ രേഖയിലെ ജാതിയും തെളിവായി പരിഗണിക്കാമെന്ന് സർക്കാർ പ്രത്യേകിച്ച് സർക്കാരിൻ്റെ തന്നെ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്ത സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റാണ്. കേരളത്തിൽ ജനിച്ചവരെ ജനന സർട്ടിഫിക്കറ്റോ 5 വർഷം കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ചതിൻ്റെ രേഖയോ സത്യപ്രസ്താവനയോ ഉണ്ടെങ്കിൽ അത് നേറ്റീവായി പരിഗണിക്കും. അതായത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് തുല്യമായി പരിഗണിക്കും. കേരളത്തിന് പുറത്ത് ജനിച്ചവർക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ മുഖേനയാണ് നൽകുക. ഓർക്കുക, കേരളത്തിനകത്തുള്ളവർക്കാണ് ഈ പഠിച്ച രേഖയിൽ നിന്നും അതുപോലെ ജനന സർട്ടിഫിക്കറ്റിൽ നിന്നും ഒക്കെയുള്ള നമ്മുടെ നേറ്റിവിറ്റി കൺഫേം ചെയ്യുന്നതിന് ഹാജരാക്കാവുന്നത്. കേരളത്തിന് പുറത്താണെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് തന്നെ വാങ്ങി ഹാജരാക്കാനുണ്ട്. മൈനോറിറ്റി എന്ന് പറയുന്ന മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് മൈനോറിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്. ഇതിന് അപേക്ഷകരുടെ SSLC ബുക്കിലോ വിദ്യാഭ്യാസ രേഖയിലോ മതം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് പ്രത്യേകിച്ച് വാങ്ങി ഹാജരാക്കേണ്ടതില്ല. വില്ലേജ് ഓഫീസറോ തഹസിൽദാരോ ഓൺലൈനായോ അല്ലാതെയോ ലഭിക്കുന്ന ഏതെങ്കിലും അപേക്ഷയുണ്ടെങ്കിൽ അതിന് 5 പ്രവൃത്തി ദിനങ്ങൾക്കുള്ളിൽ തീരുമാനമെടുക്കാനും ഈ സർക്കാർ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. അപേക്ഷകർ സത്യവാങ്മൂലം കൂടി സമർപ്പിക്കണം. അതായത് നമ്മൾ ഇത് കാണിച്ച് ഏതെങ്കിലും ഔദ്യോഗിക ആവശ്യത്തിന് കാണിക്കുമ്പോൾ ഞാൻ ഈ ജാതി വിഭാഗത്തിൽപ്പെട്ട മൈനോറിറ്റിയിൽപ്പെട്ട ആളാണെന്ന് ഒരു സത്യപ്രസ്താവന കൂടി കൊടുക്കേണ്ടി വരും എന്നുള്ളതേ ഉള്ളൂ. ഇനി റെസിഡൻസ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം നോക്കാം. റെസിഡൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്നത് എവിടെയാണെന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റിനെയാണ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. താമസ സർട്ടിഫിക്കറ്റ് എന്ന് പറയാം. ഇതിന് വേണ്ടി ആധാർ കാർഡ്, ഏറ്റവും പുതിയ ഇലക്ട്രിസിറ്റി ബില്ല്,
കുടിവെള്ള ബില്ല്, ടെലഫോൺ ബില്ല്, കെട്ടിട നികുതി രസീത് ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കിയാൽ മതിയാവും. ഇത് ഇല്ലാത്തവർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അവർ അത് വാങ്ങി ഹാജരാക്കണം. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൈവശമുണ്ട്, രേഖകൾ കൈവശം ഉണ്ടെങ്കിൽ തീർച്ചയായും അത് മാത്രം മതിയാവും എന്ന് ഓർത്തിരിക്കുക. അല്ലാതെ റെസിഡൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി പ്രത്യേകിച്ച് നിങ്ങൾ ഓടി നടന്ന് വാങ്ങേണ്ടി വരുന്നില്ല. നിലവിൽ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളാണ്. ഇനി ലൈഫ് സർട്ടിഫിക്കറ്റ്, അതും ചിലപ്പോൾ നമുക്ക് ഹാജരാക്കേണ്ട ആവശ്യങ്ങൾ വരും. ലൈഫ് സർട്ടിഫിക്കറ്റിന് കേന്ദ്ര സർക്കാർ പെൻഷൻകാർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ജീവൻ പ്രമാൺ ബയോമെട്രിക് ഡിജിറ്റൽ സംവിധാനം ഉപയോഗിച്ചാൽ മതിയാകും. ഇത് കേരള ട്രഷറിയിലും ബാങ്കുകളിലും ലഭിക്കുകയും ചെയ്യും. രണ്ടും ഒന്നാണെന്ന് തെളിയിക്കാൻ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റിന് വ്യക്തിയുടെ സത്യപ്രസ്താവന ഗസറ്റഡ് ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തിയാലും മതിയാകും. ഇതിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റും മറ്റൊന്ന് ലൈഫ് സർട്ടിഫിക്കറ്റുമാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് വ്യക്തമായില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഈ എപ്പിസോഡ് കേൾക്കുക, ഈ ഭാഗം കേൾക്കുക. ഇനി ബന്ധുത്വ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയാം. റേഷൻ കാർഡ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ആധാർ, ജനന സർട്ടിഫിക്കറ്റ് ഇവയിൽ ഏതെങ്കിലും ബന്ധുത്വം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഈ സർട്ടിഫിക്കറ്റുകളിൽ ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ രേഖകളിൽ, അതായത് റേഷൻ കാർഡ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ആധാർ, ജനന സർട്ടിഫിക്കറ്റ് എന്നിവയിൽ ഏതിലെങ്കിലും ബന്ധുത്വം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസറോ തഹസിൽദാറോ നൽകുന്ന ബന്ധുത്വ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റിനെയാണ് മലയാളത്തിൽ ബന്ധുത്വ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം, കുടുംബാംഗത്വം തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ്. കുടുംബാംഗത്വം നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് നമ്മൾ തെളിയിക്കാനുള്ള രേഖയാണ്. ആ രേഖ അപേക്ഷകരുടെ റേഷൻ കാർഡിൽ കുടുംബാംഗങ്ങളുടെ പേരുകൾ ഉണ്ടെങ്കിൽ റേഷൻ കാർഡ് തന്നെ കുടുംബാംഗത്വ സർട്ടിഫിക്കറ്റിന് പകരമായി സ്വീകരിക്കാം എന്ന് സർക്കാരിൻ്റെ നിർദ്ദേശമുണ്ട്. അടുത്ത് മിശ്രവിവാഹ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് നോക്കാം. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും വിദ്യാഭ്യാസ രേഖയിൽ ജാതി രേഖപ്പെടുത്തിയിരിക്കുകയും സബ് രജിസ്ട്രാറോ തദ്ദേശ സ്ഥാപനമോ നൽകിയ വിവാഹ സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ മിശ്രവിവാഹ സർട്ടിഫിക്കറ്റിന് പകരം ഇത് സ്വീകരിക്കപ്പെടും. ഇതോടൊപ്പം നമ്മൾ ഒരു സത്യവാങ്മൂലവും നൽകേണ്ടതുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നോക്കാം. തിരിച്ചറിയൽ രേഖ ഇല്ലാത്തവർക്ക്, ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ തിരിച്ചറിയൽ രേഖ എന്ന് പറയാം. തിരിച്ചറിയൽ രേഖകളൊന്നും ഇല്ലാത്തവർക്ക് ഗസറ്റഡ് ഓഫീസർ നൽകുന്ന അപേക്ഷകരുടെ ഫോട്ടോ പതിച്ച സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി ഇതിനോടൊപ്പം നിങ്ങൾ അറിയേണ്ട മറ്റു ഒരു കാര്യം കൂടി പറയാമെന്ന് ആദ്യം സൂചിപ്പിച്ചിരുന്നു. അത് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനെ കുറിച്ചിട്ടുള്ളതാണ്. വിദേശത്ത് തൊഴിൽ തേടി പോകുന്നവർക്ക് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ഇനി ഓൺലൈനായി സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓർക്കുക, വിദേശത്ത് ഏതെങ്കിലും തൊഴിലവസരം കിട്ടി അതിനുവേണ്ടി പോവുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ നടത്താനുണ്ട്. അത് ഇനി ഓൺലൈനായി അപ്ലോഡ് ചെയ്യാം എന്നുള്ളതാണ്. അറ്റസ്റ്റേഷന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായി അപ്ലോഡ് ചെയ്യാം. സർവകലാശാലകൾ, പരീക്ഷാഭവൻ, ഹയർ സെക്കൻഡറി വിഭാഗം, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവർക്ക് ഇതിനുള്ള ലോഗിൻ സൗകര്യം ലഭ്യമാക്കിയിട്ടുമുണ്ട്. അതിലൂടെ ബന്ധപ്പെട്ടവർക്ക് സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികത ഓൺലൈനായി തന്നെ പരിശോധിക്കാനുള്ള സംവിധാനവുമുണ്ട്. ജില്ലകളിൽ ഡെപ്യൂട്ടി കളക്ടർ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ ഇതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിട്ടും ഉണ്ട്. അപ്പോൾ സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റേഷന് വേണ്ടി നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് ഓൺലൈനായി സമർപ്പിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു വെക്കാനുള്ള ഒരു കാര്യം. ഇത് സർക്കാരിൻ്റെ തന്നെ അറിയിപ്പിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള വിവരങ്ങളാണ്.
അതുകൊണ്ടാണ് ആധികാരികമായി നിങ്ങളെ ഇത് അറിയിക്കുന്നത്. ഇത് തീർച്ചയായും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇത്തരം വിവരങ്ങൾ ഇനിയും ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ചാനൽ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. നന്ദി.